അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തൊരു SIT കൂടി രൂപീകരിച്ചിരിക്കുകയാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചുകൂടി പ്രതിരോധത്തിലാവുകയാണോ നിയമപരമായി? ഇത് ഈ അലിഗേഷൻസ് എല്ലാം തുടക്കം മുതലേ ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് വുഡ് ഹാവ് ബീൻ പോയിന്റഡ് ഔട്ട് ഓൾസോ. നേരത്തെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവണം പ്രോസിക്യൂഷൻ. അല്ലാതെ വരാനുള്ള സാഹചര്യങ്ങളില്ല. വന്ന സ്ഥിതിക്ക് അത് ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്തു. സംബഡി എൽസ് ഒരാളും കൂടി അതിന് വന്നു. ഇനിയും വേറെ കേസസൊക്കെ ഇതുപോലെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ വേറെയും കേസുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യാതിരിക്കില്ല. ഇതേപോലെയുള്ള കേസുകൾ സമാനമായിട്ടുള്ള കേസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇനി രണ്ട് കൺസിഡറേഷനാണ്. ഒന്ന്, ഇത്രയും ദിവസം അദ്ദേഹം മാറി നിന്നത് കൊണ്ടിട്ടാണോ ആ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് ധൈര്യം കിട്ടിയത് എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയും നാൾ ആൾ പുറത്തുണ്ടായിരുന്നപ്പോൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ധൈര്യം കിട്ടി, അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് വന്നത് എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സെനാറിയോ ആയിരിക്കും ഓൾ ടുഗെദർ. പക്ഷെ ഇതൊന്നും കാണാതെ കോടതി ഈ ചർച്ചകളോ അതുപോലെയുള്ള കാര്യങ്ങളോ കാണാതെ കോടതി ഒരു ജഡ്ജ്മെന്റിൽ എത്തണം എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഓക്കെ, ജഡ്ജിനെയും അത് സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും എന്നതിന് ഉറപ്പാണ്. Debate with Dr. Arun Kumar.